ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. So much motherfucking design on right now. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, അതുപോലെ പേടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ പുറമെ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഒരിക്കലെങ്കിലും ഫ്ലൈറ്റിൽ കയറണം എന്ന് ഉള്ളത്. അപ്പോൾ അതിനുള്ളൊരു അവസരം വരുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇനി പേടിയും ടെൻഷനും എന്തിനാന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് വരെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരിക്കും, അതൊക്കെ ഓർത്തിട്ടുള്ളൊരു ടെൻഷനും പേടിയും ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല, അത് ഒറ്റയ്ക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പേടിയും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ നിന്നാണ് എനിക്ക് ഫസ്റ്റത്തെ ഫ്ലൈറ്റ്, കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അതായത് കൊച്ചി ടു മുംബൈ, മുംബൈ ടു ജർമ്മനി, അങ്ങനെയായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ടെൻഷനായിപ്പോയി. പക്ഷെ എനിക്ക് അവിടുന്ന് അതായത് ജർമ്മനിക്കുള്ള 2 കുട്ടികളെ കിട്ടി. അവരുടെ കൂടെയാണ് ഞാൻ ജർമ്മനി വരെ വന്നത്. അവിടുന്ന് ആദ്യം ചെക്ക് ഇൻ ചെയ്തു, അതായത് കൊച്ചിയിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്തു. വിൻഡോ സീറ്റ് തന്നെ ചോദിച്ചു മേടിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം പോകാൻ മുട്ടല്, അതൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. എവിടേക്കാ പോകേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ, ആദ്യമായിട്ടല്ലേ ഫ്ലൈറ്റ് കയറണം, അതിൻ്റെ ഒരു ഇത്. അങ്ങനെ ഫ്ലൈറ്റ് കയറി എൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിലുണ്ടായിരുന്നത് ഒരു കുറച്ച് പ്രായമായ ഒരു ആൻറ്റിയുടെ ഭർത്താവ് വരുന്നത്. ആ ആൻറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു തന്നു. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതായത് ഇഡ്ഡലി സാമ്പാറും പിന്നെ ഒരു കേസരി പിന്നെ ഒരു മാംഗോ യോഗട്ട്, ഇത്രയായിരുന്നു അതിലുണ്ടായിരുന്ന ഫുഡ്. പിന്നെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ കാപ്പിയോ ചായ വേണമെങ്കിൽ അതും കുടിക്കാം, അങ്ങനെയായിരുന്നു. ഇതിൽ ഞാൻ ഈ 2.5 മണിക്കൂറിൻ്റെ യാത്രയായിരുന്നു കൊച്ചി ടു മുംബൈ ഉള്ളത്. ഇതിൽ ഞാൻ ഏറ്റവും നേരിട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെവിയിൽ ഇടയ്ക്കിടയ്ക്ക് കാറ്റ് കയറുന്ന പോലെ ഒരു ഫീലിംഗാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് പോലും അതിനേക്ക് ഓവർകം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ചെവിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കാറ്റ് കയറുന്ന ഒരു ഫീലായിട്ട് ചെവി വേദനിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ തരണം ചെയ്ത് മുംബൈ എത്തിക്കഴിഞ്ഞിട്ട് അതിലും വലിയ പ്രശ്നം. കാരണം മുംബൈ എയർപോർട്ട് വലിയൊരു എയർപോർട്ടാണ്. ഇതിലെ അടുത്ത എൻ്റെ ഇമിഗ്രേഷനും അതുപോലെ അടുത്ത ഫ്ലൈറ്റൊക്കെ എവിടെയെന്ന് അറിയാൻ ആകെ കുടുങ്ങിപ്പോയി. അങ്ങനെ ഒരുപാട് തെരച്ചിലും എല്ലാം കഴിഞ്ഞ് അവസാനം ബോഡി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഇമിഗ്രേഷനിൽ എത്തിയപ്പോൾ അവരുടെ വക ഒരുപാട് ക്വസ്റ്റ്യൻസ്. അതായത് എന്താ ചെയ്യണേ ജർമ്മനിയിൽ, എന്തിനാണ് പോണേ, എങ്ങനെയാണ്, അതുണ്ടോ ഇതുണ്ടോ മറ്റേതുണ്ടോ മറിച്ചതുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊന്ന് കുഴക്കിയത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, അടുത്ത ഫ്ലൈറ്റ് കാത്തിരിക്കണം. അവിടെ എത്തി കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ അടുത്ത ഫ്ലൈറ്റ് വന്നു, അതിൽ കയറി. പിന്നെ ഒരു നീണ്ട സമയത്തെ യാത്രയായിരുന്നു. അതായത് ഞങ്ങൾ അവിടുന്ന് മുംബൈയിൽ നിന്ന് ഇന്ത്യൻ ടൈം 12:30 കയറിയത്. ഇവിടുത്തെ ടൈം 5:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്, അതായത് ജർമ്മനിയിൽ എത്തിയത്. ഇവിടുത്തെ 5:30 നമ്മളെ നാടും ജർമ്മനിയും തമ്മിൽ 4.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് ടൈം. അപ്പോൾ പിന്നെ ഊഹിക്കാലോ, 9-10 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര വന്നു. അതിലാണെങ്കിൽ ഫുഡ് എനിക്ക് ഒരുപാട് ഇതായിരുന്നു. ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡായിരുന്നു അധികവും. അപ്പോൾ എന്തോ ഒരു എനിക്ക് പറ്റിയില്ല, വല്ലാണ്ട് പറ്റിയില്ല. ഇങ്ങോട്ട് ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ നേരിട്ട പ്രശ്നം എന്താന്ന് വെച്ചാൽ ചാർജിങ്ങിൻ്റെ പ്രശ്നമാണ്. അതായത് കൊച്ചി ടു മുംബൈ വരെയുള്ള ഫ്ലൈറ്റിൽ ചാർജിങ് പോർട്ട് ഉണ്ടായിരുന്നു, അതായത് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റിയൊരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ മുംബൈ ടു ജർമ്മനി ഫ്ലൈറ്റിൽ ഞാൻ ഒരുപാട് തിരഞ്ഞു, പക്ഷെ എനിക്ക് എവിടെയും ഫോൺ ചാർജ് ചെയ്യാൻ പറ്റിയൊരിതില്ല. കൊച്ചി ടു മുംബൈ ആയിരുന്നപ്പോൾ എൻ്റെ ഫോണിലൊരു 90% മുകളിൽ ചാർജ് ഉണ്ടായതുകൊണ്ട് ഞാൻ കുത്തിവെച്ചില്ല. പക്ഷെ മുംബൈ ടു ജർമ്മനിയുള്ള ഫ്ലൈറ്റിൽ എനിക്ക് ഫോണിൽ ചാർജ് ഇല്ല, എനിക്ക് ഫോണിൽ കളിക്കാൻ പറ്റില്ല. അതുപോലെ ഇനി ഫ്ലൈറ്റിലുള്ള TV-യിൽ കാണാമെന്ന് വെച്ചാൽ എനിക്ക് പറ്റണമൊന്നും അതിൽ കാണുകയും ചെയ്തില്ല. ആകെ ബോറടിച്ച് പിന്നെ കുറേ ഉറങ്ങാൻ നോക്കി, അതിനും പറ്റണില്ല. അങ്ങനെ ആകെ ഒരു ജഗപൊക്കെയായിരുന്നു മുംബൈ ടു ഫ്രാങ്ക്ഫർട്ടുള്ള ഫ്ലൈറ്റ്. ചാർജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേന് എൻ്റെ ഫോണിൽ ചാർജ് 10% അല്ലെങ്കിൽ ഒരു 20% അടുത്തൊക്കെ എത്തിയിരുന്നു. എനിക്ക് ഇവിടെ വന്നിട്ട് ആർക്കെങ്കിലും വിളിക്കണമെങ്കിലോ എന്തിനെങ്കിലും ഒരു
ഒരു വഴിയില്ലാണ്ട് അങ്ങനെ ആയി നിൽക്കുകയായിരുന്നു. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ഇവിടെ അതായത് ഇവിടുത്തെ എയർപോർട്ടിൽ മുഴുവൻ ജർമ്മൻ എഴുതി വെച്ചേക്കണേ, ഒന്നും മനസ്സിലാവൂല. അതിൻ്റെ കൂടെ എനിക്ക് 2 പെട്ടി വലിയ ലഗേജ് ഉണ്ടായിരുന്നു. ഇതൊക്കെ പാടെ ഞാൻ എങ്ങനെ ഏറ്റവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഒക്കെ ഒന്ന് ഓക്കെ ആയി. അവസാനം ഞാൻ ഇവിടെ എത്തി. എൻ്റെ ഫാമിലി എന്നെ ഇവിടെ കൊണ്ടാണ് വന്നിരുന്നു, അവരുടെ ഒപ്പം പോന്നു. ഇപ്പോൾ 5 മാസമായി. ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.